നമസ്കാരം, ICF ഓൺലൈനിലേക്ക് സ്വാഗതം. CPM-നെ പൊളിച്ചടക്കി കെ സുധാകരന്റെ മാസ് പ്രസംഗം. ഞാൻ നിങ്ങളുടെ മനസ്സാക്ഷിക്ക് മുമ്പിൽ വെക്കുന്നത് എന്തിനെന്നറിയാമോ? ആരാണ് ഈ മുഖ്യമന്ത്രി എന്ന് നിങ്ങൾ മനസ്സിലാക്കാനാണ്. ഈ രാജ്യത്ത് ആയുധം താഴെ വെച്ചാൽ പോലും പ്രിയങ്കരനായ പ്രസിഡന്റ് ഈ ക്രൂര മനസ്സോട് സന്ധി ചെയ്യാൻ സമാധാനത്തിന്റെ പ്രതിഷേധമുള്ള ഇന്റർനാഷണൽ കോൺഗ്രസിന് സാധിക്കില്ല എന്ന് അറുത്ത് മുറിച്ചു പറയാൻ അങ്ങ് തയ്യാറാവണമെന്ന് സ്നേഹത്തോടെ ഞാൻ ആവശ്യപ്പെടുന്നു. വികാരഭരിതമാണ് എന്റെ പ്രസംഗം. എന്താ വികാരഭരിതമാകുന്നത്? അനുഭവത്തിന്റെ തീച്ചുളയില. കണ്ണൂർ ജില്ലയിൽ ഞങ്ങൾ സഹിച്ച ത്യാഗം, ഞങ്ങൾ സഹിച്ച കഷ്ടപ്പാട്, ഞങ്ങൾ സഹിച്ച വേദന PCCയുടെ പ്രസിഡന്റ് ആയിരിക്കുമ്പോ എന്റെ ഇടതും വലതും നിന്ന 22 ചെറുപ്പക്കാർ വെട്ടി നുറുക്കപ്പെട്ട മണ്ണ്. ആ 22 ചെറുപ്പക്കാരന്റെ ശവത്തിന്റെ മൺകൂനകൾക്ക് ഇന്നും പച്ച പിടിച്ചിട്ടില്ല. മരിക്കാത്ത ഓർമ്മകളുമായ ഞങ്ങളൊക്കെ രാഷ്ട്രീയത്തിൽ ജീവിച്ചിരിക്കുന്നത്. നോ കോംപ്രമൈസ്, നോ കോംപ്രമൈസ്, നോ കോംപ്രമൈസ്, നോ കോംപ്രമൈസ്. ഭയപ്പെടുത്തി കൂടെ നിർത്തുകയാണ് CPM-ന്റെ നയമെന്ന് ജനമഹായാത്രയുടെ വേദിയിൽ വെച്ച് കെ സുധാകരൻ പറഞ്ഞു. അനുഭവത്തിന്റെ തീച്ചുളയിൽ നിന്നാണ് അദ്ദേഹം സംസാരിച്ചത്. കണ്ണൂർ തനിക്ക് ചുറ്റുമുണ്ടായിരുന്ന 22 ചെറുപ്പക്കാരെ നിഷ്കരുണം വെട്ടിമാറ്റിയ CPM രാഷ്ട്രീയത്തിനെതിരെ ആഞ്ഞടിച്ച് സംസാരിക്കുകയായിരുന്നു അണികളുടെ പ്രിയ KS. എന്താണ് ഷുഹൈബ് ചെയ്ത കുറ്റം? എന്താ ഷുക്കൂർ ചെയ്ത കുറ്റം? അബ്ദുൾ സലാം എന്ന 23 വയസ്സുകാരനെ മൃഗീയമായി വെട്ടി നുറുക്കുകയായിരുന്നില്ലേ? മരിക്കാത്ത ഓർമ്മകളാണ് ഇവർ ഓരോരുത്തരുമെന്നും KS വികാരഭരിതനായി പറഞ്ഞു. നാദാപുരം, തൂണേരി, കുറ്റ്യാടി, പേരാമ്പ്ര തുടങ്ങിയ സ്ഥലങ്ങളിൽ നടന്നത് അഭിമാനബോധമുള്ള ഒരു നേതാവിനും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഈ അക്രമങ്ങൾക്ക് ചുക്കാൻ പിടിച്ച മുഖ്യമന്ത്രി ഭരിക്കുമ്പോൾ എങ്ങനെ നാട്ടിൽ സമാധാനമുണ്ടാവുമെന്നും അദ്ദേഹം ഉറക്കെ ചോദിച്ചു. ജനമഹായാത്രയിൽ പങ്കെടുത്ത മുഴുവൻ ജനങ്ങളും KS-ന്റെ ഓരോ വാക്കുകൾക്കൊപ്പം നിർത്താതെ കൈയടിക്കുകയായിരുന്നു. സമൂഹ മാധ്യമങ്ങളിലും KS-ന്റെ പ്രസംഗം വൻ ജനശ്രദ്ധ നേടി. അഭിമാനം തോന്നുന്നു KS-എ അങ്ങയുടെ ധീരവാക്കുകൾക്ക് മുന്നിൽ എന്ന് തുടങ്ങി അഭിവാദ്യങ്ങൾ അർപ്പിച്ച നിരവധി കമന്റുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ. ജനമഹായാത്ര തിരുവനന്തപുരത്തെത്തുമ്പോൾ കേരളത്തിൽ ഒരു വൻ ചലനം സൃഷ്ടിക്കണമെന്നും ജനാധിപത്യ വിശ്വാസത്തിന്റെ ഈറ്റില്ലമായി മാറ്റണം ഈ കൊച്ചു കേരളത്തെ എന്നും അദ്ദേഹം പറഞ്ഞു. വർഗ ഫാസിസ്റ്റുകളെയും വർഗീയ ഫാസിസ്റ്റുകളെയും തുരത്തി ഇന്ത്യയെ തിരിച്ചുപിടിക്കണമെന്ന ആഹ്വാനത്തോടെയാണ് KS പ്രസംഗം അവസാനിപ്പിച്ചത്. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ YouTube ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.